ഹലോ ഗായ്സ്, ഹായ്. റിജ്വിൻ സാറാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. പിന്നെ നമ്മളിന്ന് PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോങ് SC ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് എക്സാമിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഗ്യാരണ്ടി ടോപ്പ് മാർക്ക് സ്കോറിംഗ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ എന്താണ് കഴിഞ്ഞ മുൻപത്തെയുള്ള പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള SA ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു അവർ HUPOT. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ. അപ്പോൾ സമയം കളയാതെ ക്വസ്റ്റ്യൻസോട് പോവാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ദി 5 മേജർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 5 ഫങ്ഷൻസ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 2024 ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ 5 പ്രധാന ഫങ്ഷൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ 5 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? 1, പ്ലാനിങ്, ആസൂത്രണം. ആസൂത്രണം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. വി ഹാവ് ടു പ്ലാൻ, വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ ടു ദെയർ അല്ലേ. ഇവിടെ നിന്ന് അവിടെ എത്തണം, നമ്മുടെ ഗോളിലെത്തണം. അതാണല്ലോ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം. തുടക്കസ്ഥാനത്ത് നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിനാണ് പ്ലാനിങ് അല്ലേ. അതേപോലെ തന്നെ ഓർഗനൈസിങ്, സംഘടിപ്പിക്കൽ. കാര്യങ്ങളെ കൃത്യമായിട്ട് സംഘടിപ്പിക്കണം, കൃത്യമായിട്ട് നമ്മൾ അവൈലബിൾ ആക്കണം അല്ലേ. പിന്നെ എന്താ? സ്റ്റാഫിങ്. നമ്മുടെ ബിസിനസ് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് വേണ്ടേ, എംപ്ലോയീസ് വേണ്ടേ. അതേപോലെ തന്നെ ഡയറക്റ്റിംഗ് അല്ലേ. കൃത്യമായിട്ട് ഇത് ചെയ്യണം അല്ലേ, ഇന്ന ആൾ ഇത് ചെയ്യണം, ഇന്ന സമയത്ത് ഇത് ചെയ്യണം, ഡയറക്ഷൻസ് കൊടുക്കണം. ഡയറക്റ്റിംഗ്, സംവിധാനം, മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്യാറില്ലേ, ലൈക്ക് വൈസ്. അതേപോലെ തന്നെ അടുത്തത് കൺട്രോളിങ്, നിയന്ത്രണം. നിയന്ത്രിക്കാറില്ലേ നമ്മൾ അല്ലേ. നമ്മൾ നിയന്ത്രിക്കും, കാര്യങ്ങൾ കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യും. അതിനാണ് നമ്മൾ കൺട്രോളിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, സ്വിഫ്റ്റ്ലി മൂവിങ്. ഓക്കെ, ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മറ്റാരുമല്ല നമ്മുടെ FW, ഇത് PL F ആണ്, FW ടൈലർ തന്നെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പിതാവ്. ഇനി എന്താ അടുത്ത ചോദ്യം? ഗിവ് ദി മീനിങ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നൽകാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സയൻറ്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്, സയൻറ്റിഫിക് മെഷേഴ്സ്, വി ആർ ഇൻക്രീസിങ് ദി എഫിഷ്യൻസി അല്ലേ, ലേബർ എഫിഷ്യൻസിയും അതേപോലെ തന്നെ ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ്സും അല്ലേ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, റിസൾട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഗോൾ വളരെ പെട്ടെന്ന് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് മെത്തേഡുകളും പ്രിൻസിപ്പിളും ഉപയോഗിച്ചുകൊള്ളുന്നതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സി എന്താണ്? സി ക്വസ്റ്റ്യൻ, നെയിം എനി 2 ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. എത്ര ടെക്നിക്ക് ചോദിച്ചാലും നമുക്കറിയാം അല്ലേ. FW ടൈലർ ഒരുപാട് ടെക്നിക്ക് അല്ലേ, മോഷൻ സ്റ്റഡിയും ടൈം സ്റ്റഡിയും ഫാറ്റിഗ് സ്റ്റഡിയും അല്ലേ, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവും അല്ലേ, ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാ സ്റ്റാൻഡേർഡൈസേഷൻ, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി അല്ലേ, രീതി പഠനം, ചലന പഠനം, അതേപോലെ തന്നെ സമയ പഠനം എല്ലാം ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഫാറ്റിഗ് സ്റ്റഡി, ക്ഷീണ പഠനമുണ്ട്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട് അല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും എത്രണ്ണ ചോദിച്ചേക്കുന്നത്? എനി 2 ടെക്നിക്സ്. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ട് 5 മാർക്ക് പോകുന്നല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ. നേരത്തെ കുറച്ചാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, ചുരുക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൻറി ഫയോളിൻ്റെ ഏതെങ്കിലും 8 തത്വങ്ങൾ വിശദീകരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാം, 14 തത്വങ്ങളും അറിയാം അല്ലേ. അതിലേതെങ്കിലും 8 എണ്ണം വിശദീകരിച്ചാൽ മതി. എന്തൊക്കെയാണ്? ഒന്ന്, ഡിവിഷൻ ഓഫ് വർക്ക്, ജോലി കൃത്യമായിട്ട് വിഭജിക്കുക അല്ലേ, വിഭജനം. പിന്നെ അതോറിറ്റി ആൻഡ് കമാൻഡ് അല്ലേ. ഒരാൾക്കൊരു അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എന്താ നിങ്ങൾക്ക് അറിയാം, അധികാരം, പരമാധികാരം. പിന്നെ കമാൻഡ് അല്ലേ. അതേപോലെ തന്നെ ഡിസിപ്ലിൻ, അച്ചടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പിന്നെന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. എല്ലാം യുണൈറ്റഡ് ആയിരിക്കണം അല്ല, ഒരേ ഏകത്വം വേണം, എല്ലാം ഒരേപോലെ ഉണ്ടാവണം അല്ലേ. അതേപോലെ തന്നെ യൂണിറ്റി ഇൻ ഡയറക്ഷൻ അല്ലേ, ദിശയുടെ ഏകത്വം. നമ്മൾ ബിസിനസ്സിൻ്റെ
ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരേ പോയിന്റിലേക്കാണ്, അതിലേക്ക് എല്ലാവരും ഒരുപോലെ പോകണം. അതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അല്ലേ, വ്യക്തി താല്പര്യങ്ങൾക്ക് മുകളിലായിരിക്കണം എന്ത്? കോമൺ ജനറൽ. ബിസിനസിൻ്റെ താല്പര്യങ്ങളാണ് വ്യക്തി താല്പര്യങ്ങളെക്കാൾ മുകളിൽ നിൽക്കേണ്ടത്. അടുത്തെന്താണ്? റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയി. ജീവനക്കാരുടെ പ്രതിഫലം വളരെ കൃത്യമായിട്ട്, വളരെ സയൻറ്റിഫിക് ആയിട്ട് സമയാസമയത്ത് കൊടുത്തിരിക്കണം. അല്ലേ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. ചില അധികാരങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കണം, ചില അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചിരിക്കണം. എല്ലാവരിലേക്കും കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള അളവുകളിൽ എത്തിച്ചിരിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സ്കേലാർ ചെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ സ്കേലാർ ചെയിൻ. അതെന്തിനാണ്? കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കൃത്യമായിട്ടുള്ള എന്താ പറയുക മാർഗ്ഗങ്ങൾ കറക്റ്റ് നീങ്ങുവാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ചാനലുകളിലൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കേലാർ ചെയിനുള്ളത്. ഓർഡർ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ ഒരു എൻറ്റിറ്റിയിൽ, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് പറയുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇക്വിറ്റി. അല്ലേ, ഇക്വിറ്റി വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു കൃത്യമായിട്ട് ഓരോന്നിനെ യോജിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതത് കാര്യങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്വിറ്റി ഫോളോ ചെയ്യേണ്ടതുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ഉദ്യോഗസ്ഥരുടെ സ്ഥിരത. അല്ലേ, നമ്മുടെ എംപ്ലോയീസ് ആവട്ടെ, മറ്റ് മാനേജേഴ്സ് ആവട്ടെ, ഹൂഎവർ ഇറ്റ് ഈസ്, അത് വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളിൽ അവരുണ്ടായിരിക്കണം, കൃത്യമായിട്ട് പ്രസൻ്റ് ആവണം, അവരുടെ ഡ്യൂട്ടീസ് വളരെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യണം. ദാറ്റ് സ്റ്റെബിലിറ്റി നിർബന്ധമാണ്. 3, ഇനീഷ്യേറ്റീവ്. സംരംഭം. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നല്ലൊരു കാര്യത്തെ ഇനീഷ്യേറ്റീവായിട്ട് എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ച് ചെയ്യുവാണ്. അല്ലേ, അതാണ് ഇനീഷ്യേറ്റീവ്. എസ്പിരിറ്റ് ഡിഗോപ്സ്. എന്താണ്? യൂണിറ്റി ഈ സ്ട്രെങ്ത്. ഐക്യമത്യ മഹാബലം എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് മാത്രമേ പോരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ 14ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 4ാമത്തെ ചോദ്യം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തത്വങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ്, ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. 6 മാർക്കിൻ്റെ 2022 ചോദിച്ച ചോദ്യമാണ്. കുറിപ്പ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് അതിൽ എഴുതാം? 1, സയൻസ് ആണ്, ഇറ്റ്സ് നോട്ട് എ തമ്പ് ഓഫ് റൂൾ തമ്പ് അല്ല. അല്ലേ, ഇതെന്താണ്? റൂൾ ഓഫ് തമ്പ് അല്ല, സയൻസ് ആണ്, ശാസ്ത്രീയമാണ്, കൃത്യമായിട്ട് ഫാക്ച്വലായിട്ട് പ്രൂവ് ചെയ്തതാണ്. അല്ലേ, വസ്തുനിഷ്ഠമാണ്, തമ്പ് റൂൾ അല്ല. പിന്നെ എന്താണ്? ഹാർമണിയാണ്, എല്ലാവരെയും ഏകീകരിച്ചു കൊണ്ടുള്ള, ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. നോട്ട് ഡിസ്കോർഡ്. അല്ലേ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അഭിപ്രായ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ല, അഭിപ്രായത്തിലെ ഒരുമയാണ്, ഹാർമണിയാണ്. പിന്നെ എന്താണ്? കോഓപ്പറേഷൻ, സഹകരണമാണ്. നോട്ട് ഇൻഡിവിജ്വൽസം, വ്യക്തി താല്പര്യങ്ങളിലേക്കുള്ള മൂവ്മെൻ്റ് അല്ല. എന്താണ്? പകരം എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു കോമൺ ഗോളിലേക്കുള്ള മൂവ്മെൻ്റാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഓരോ വ്യക്തികളെയും അവരുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് നമുക്ക് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദാറ്റ് എത്ര മാർക്കാണ്? 6 മാർക്ക്. വിൽ ഗെറ്റ് ദാറ്റ് 6 മാർക്സ്. ഓക്കെ, അടുത്ത ചോദ്യം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളെക്കുറിച്ച്, ലെവൽസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, ലോവർ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ടോപ്പ് ലെവലിൽ ആരൊക്കെയാണ് വരുന്നത്, മിഡിൽ ലെവലിൽ ആരൊക്കെയാണ് വരുന്നത്, ലോവർ ലെവൽ ആരൊക്കെയാണ് വരുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ഇവരുടെ പ്രാധാന്യം, ഇവരുടെ ഓപ്പറേഷൻസ്, ഇവരെന്തൊക്കെയാണ് ഇവരുടെ കർത്തവ്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലേ, ടോപ്പ് ലെവൽ മേക്സ് ദി ഡിസിഷൻസിലെ ഗോൾ സെറ്റിംഗ് ഒക്കെ ടോപ്പ് ലെവലാണ്. അല്ലേ, മിഡിൽ ലെവൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് കൂടുതലും? അല്ലേ, ടോപ്പ് ലെവലും ലോവർ ലെവലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, അവർ തമ്മിൽ ഇൻ്റഗ്രേഷൻ, ഫില്ലിങ് ദ ഗ്യാപ്പ്. അല്ലേ, അതുപോലെ ലോവർ ലെവൽ എന്താണ്? ഇത് നടപ്പിൽ വരുത്തലാണ്. അല്ലേ, ഗ്രൗണ്ട് ലെവൽ ഫോഴ്സ്. ഓക്കെ, സോ
ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വളരെ പെട്ടെന്ന് മൂവ് ചെയ്യണം, വളരെ കുറച്ച് സമയമുള്ളൂ. സോ ക്വസ്റ്റ്യൻ 6 ഇസ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. താഴെ പറയുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ്. ഒന്ന് എക്കണോമിക് എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റിലെ ചോദ്യമാണ്. ലീഗൽ എൻവയോൺമെൻറ്റ്, ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? എക്കണോമിക് എൻവയോൺമെൻറ്റ്, ഒരു ബിസിനസ്സിൻ്റെ സാഹചര്യത്തിൽ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് അല്ലേ, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട് അല്ലേ, ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്ന ലീഗൽ നിയമപരമായിട്ടുള്ള പിന്നെ ബിസിനസ് അന്തരീക്ഷമാണ്. അവിടെ കോടതികളുടെ റൂളുകൾ, ജഡ്ജ്മെൻറ്റുകൾ വരുന്നുണ്ട് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ പിന്നെ നിയമ സംവിധാനങ്ങൾ, ഗവൺമെൻറ് നടപ്പിൽ വരുത്തുന്ന സാധനങ്ങൾ പിന്നെ വരുന്നുണ്ട് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകളും നിയമനിർമ്മാണങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എക്കണോമിക് എൻവയോൺമെൻറ്റിൽ പലിശ നിരക്കും പിന്നെ പണവിനിമയ നിരക്കും അതേപോലെ തന്നെ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ വരുമ്പോൾ നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റിൽ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണങ്ങളും അതേപോലെ തന്നെ കോടതി വിധികളും അതേപോലെ തന്നെ വിവിധ കമ്മീഷനുകളുടെ പിന്നെ തീരുമാനങ്ങളും മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അല്ലേ, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റുകളാണ്, അന്തരീക്ഷമാണ്. ഓക്കെ, നമ്മൾ അടുത്ത 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പോവാണ്. എന്താണ്? റൈറ്റ് ദി ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടേക്കൺ ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ. ലിബറലൈസേഷനുമായിട്ട് അല്ലേ, ലിബറലൈസേഷൻ ഉദാരവൽക്കരണം അല്ലേ, ഉദാരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 5 നടപടികളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ്. ഓക്കെ, 5 മെഷേഴ്സിൽ 5 മാർക്കിൻ്റെ ചോദ്യമാണ് ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1, അബോളിഷിങ് ലൈസൻസിങ് അല്ലേ, ഉദാരവൽക്കരിക്കുകയാണ്, നിയമങ്ങൾ ഉദാരവൽക്കരിക്കുകയാണ്, നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ എല്ലാത്തിനും ലൈസൻസ് വേണം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് അതൊക്കെ കുറച്ച് ലൈസൻസ് രാജ്യം അല്ലെങ്കിൽ ലൈസൻസിങ് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് അബോളിഷ് ചെയ്തു, ഒഴിവാക്കി അല്ലേ. അതേപോലെ തന്നെ നോ റെസ്ട്രിക്ഷൻ ഓൺ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലേ. ബിസിനസ് ആക്ടിവിറ്റീസ് വികസിപ്പിക്കുവാനും അതേപോലെ തന്നെ ചുരുക്കുവാനും ഉള്ള പിന്നെ നിയമപരമായിട്ടുള്ള കുരുക്കുകളെല്ലാം കുറച്ചു കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ളത് ഈസിയായി. സോ അങ്ങനെയുള്ള കുരുക്കുകളൊക്കെ മാക്സിമം കുറയ്ക്കുമ്പോഴും റെസ്ട്രിക്ഷൻസ് മാക്സിമം കുറക്കുമ്പോൾ കൂടുതൽ ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വരുമല്ലോ. അതാണ് ലിബറലൈസേഷൻ. റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ്, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. ചരക്കുകൾ നീക്കം ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് എന്താക്കി? ഗവൺമെൻറ് കുറച്ചു കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഫ്രീഡം ഇൻ ഫിക്സിങ് ദ പ്രൈസ്, വില നിർണ്ണയിക്കാനുള്ള അധികാരം, അതിലും ഗവൺമെൻറ്റിന് കൈ കടത്തുന്ന ആ ഒരു രീതി ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒഴിവാക്കി. അതേപോലെ തന്നെ റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ്, നികുതി ഭയങ്കര അധികമായിരുന്നു അല്ലേ. അപ്പോൾ ആളുകൾ പുതിയ കച്ചവട സ്ഥാപനങ്ങളും പ്രൊഡക്ഷനൊന്നും ചെയ്യില്ല, നികുതിയൊക്കെ കുറച്ചു. അപ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങുവാനും അതേപോലെ തന്നെ കൂടുതൽ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുവാനും തുടങ്ങി അല്ലേ. സിംപ്ലിഫൈങ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഗുഡ്സ് ചരക്കുകൾ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ, ഇമ്പോർട്ട് ചെയ്യുവാനും കയറ്റുമതി ചെയ്യുവാനും ഇറക്കുമതി ചെയ്യുവാനുമുള്ള നിയമ സംവിധാനങ്ങൾ വളരെ എളുപ്പമാക്കി, ഈസിയാക്കി മാറ്റി. പിന്നെന്താണ്? അട്രാക്റ്റിംഗ് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് വിദേശ സാങ്കേതിക വിദ്യകളും വിദേശ മൂലധനവും കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യയിലെ പുതിയ പുതിയ കമ്പനികളും പുതിയ പുതിയ ടെക്നോളജിയും വളർന്നു വന്നു, ഇന്ത്യയിൽ കൂടുതൽ ഇൻഡസ്ട്രികൾ വളർന്നു വന്നു. സോ ഇതൊക്കെയാണ് ഉദാരവൽക്കരണത്തിലൂടെ പ്രധാനമായിട്ടും കൊണ്ടുവന്നിരുന്ന നടപടികൾ. 5 മാർക്കിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ദ ടേം മെൻ്റൽ റവല്യൂഷൻ. എന്താണ് മെൻ്റൽ റവല്യൂഷൻ ഇൻ റിലേഷൻ ടു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ മെൻ്റൽ റവല്യൂഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ചത്. എന്താണ് മെൻ്റൽ റവല്യൂഷൻ? ചേഞ്ച് ഇൻ ദ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രം കോമ്പറ്റീഷൻ ടു കോഓപ്പറേഷൻ അല്ലേ. എന്താ പറഞ്ഞേ?
മാനേജ്മെൻറ്റിൻ്റെ മാനസിക വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ തൊഴിലാളികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും മാനസിക മനോഭാവത്തിലെ മാറ്റം മത്സരത്തിൽ നിന്ന് സഹകരണത്തിലേക്ക് മാറും. കോഓപ്പറേഷൻ അല്ലേ. കോഓപ്പറേഷൻ എങ്ങനെയാണ്? മാക്സിമം പ്രോസ്പെറിറ്റി ഓഫ് എംപ്ലോയീസിൻ്റെ തൊഴിലാളികളുടെ പരമാവധി അഭിവൃദ്ധി. പിന്നെന്താ? ഇൻക്രീസ് സൈസ് സർപ്ലസ് ത്രൂ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ അല്ലേ. ഉൽപാദനം അല്ലേ വർദ്ധിക്കുകയാണ്, സർപ്ലസ് ആക്കുകയാണ് അല്ലേ. സൈസ് ഉൽപാദനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് അല്ലേ. ത്രൂ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. എന്തിലൂടെ? ഇൻക്രീസ്ഡ് പ്രൊഡക്ഷനിലൂടെ, കൂടിയ ഉൽപാദനത്തിൻ്റെ അളവിലൂടെ ഉൽപാദനത്തെ പരമാവധി അഭിവൃദ്ധിപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെൻ്റൽ റെവല്യൂഷൻ, നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച് അല്ലേ. എംപ്ലോയീസും മാനേജ്മെൻറ്റും പരസ്പര ബദ്ധവൈരികളായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം വളരെ ഒരുമയോടെ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കോമ്പറ്റീഷൻ അല്ലാതെ മാക്സിമം സഹകരണത്തോടെ അല്ലെ കോഓപ്പറേഷനിലൂടെ വർക്ക് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ മെൻ്റൽ റെവല്യൂഷൻ. അങ്ങനെ ആയാൽ തന്നെ ഇൻഡസ്ട്രി വളരെ പെട്ടെന്ന് പ്രോസ്പെറസ് ആവില്ലേ, അഭിവൃദ്ധി പ്രാപിക്കില്ലേ അല്ലേ. നമ്മുടെ എല്ലാ ചേരിതിരിവുകളും പ്രശ്നങ്ങളും അല്ലേ, പിന്നെ ഈ കിട മത്സരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബിസിനസ് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എത്തും. ഇതിനെയാണ് നമ്മൾ മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രിയേഷൻ ഓഫ് സ്പിരിറ്റ്സ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അല്ലേ. ഒരു പരസ്പര വിശ്വാസം, എല്ലാവരും തമ്മിലൊരു പരസ്പര വിശ്വാസം വേണം അല്ലെ. മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, ഒരു വിശ്വാസവും ബന്ധവുമൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഊട്ടിയുറപ്പിക്കുക. പിന്നെയോ ഡെവലപ്പ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഫോർ സോൾവിങ് പ്രോബ്ലംസ് അല്ലെ. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, പരിഹരിക്കുവാൻ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, ശാസ്ത്രീയ മനോഭാവം. നമ്മുടെ ഈഗോയും നമ്മുടെ എന്താ പറയുക പിന്നെ ഗട്ട് ഫീലിംഗ് ഒന്നും അല്ലാതെ സയൻറ്റിഫിക്കായിട്ട് വളരെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സോൾവ് ആക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു സയൻറ്റിഫിക് പ്രോസസ്സ്, ശാസ്ത്രീയമായിട്ടുള്ള പ്രോസസ്സായിട്ട് മാറുകയാണ്. സോ അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? മെൻ്റൽ റെവല്യൂഷൻ എന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ മെൻ്റൽ റെവല്യൂഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്രയും പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? മെൻ്റൽ റെവല്യൂഷൻ്റെ 5 മാർക്ക് നിങ്ങളുടെ കയ്യിലെത്തി. സോ അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, എന്താണ്? ഔട്ട്ലൈൻ എനി 5 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, പ്ലാനിങ്ങിൻ്റെ ആസൂത്രണത്തിൻ്റെ ഏതെങ്കിലും 5 പരിമിതികൾ എന്താണെന്ന് ചോദിച്ചാൽ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 2024 ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ്? ഒന്ന്, റിജിഡിറ്റി. റിജിഡിറ്റി എന്താണ്? ഒരു മുറുക്കം അല്ലേ, എല്ലാത്തിനെയും റിജിഡാക്കുക. ഫ്ലെക്സിബിലിറ്റിയുടെ ഓപ്പോസിറ്റ് അല്ലേ, ഇൻഫ്ലെക്സിബിലിറ്റി. എല്ലാം ഭയങ്കര മുറുക്കമുള്ളതാക്കുക. അതാണോ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ലിമിറ്റേഷൻസ്? ഓക്കെ, അപ്പോൾ അടുത്തത് പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. റിജിഡിറ്റി ഒക്കെ എങ്ങനെ? പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ പോലെ പോകണം, അപ്പോൾ റിജിഡായി അല്ലേ. ഫ്ലെക്സിബിലിറ്റി പോയി. എന്താണ്? പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവുന്ന എൻവയോൺമെൻറ്റിൽ അല്ലേ, ചലനാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. എന്താണ്? നമ്മൾ പിന്നെ ഒരു പ്രത്യേക ഇത് അനുമാനിച്ചുകൊണ്ടല്ലേ ഒരു ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അത് നമ്മുടെ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നോളണമെന്നില്ല. അതുകൊണ്ടാണ് പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. പിന്നെ എന്താണ്? പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി അല്ലേ. നമ്മുടെ ഒരു സർഗാത്മകതയെ പ്ലാനിങ് എന്താക്കുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. പ്ലാനിങ് എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, ആദ്യം തീരുമാനിച്ച് വെച്ചിട്ടുള്ള ചില പ്രത്യേക പോളിസീസ് അനുസരിച്ചാണ് പ്ലാനിങ് മൂവ് ചെയ്യുക. അവിടെ വളരെ പെട്ടെന്നുണ്ടാകുന്ന സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? ഹ്യൂജ് കോസ്റ്റ്. വലിയ ചിലവാണ് പ്ലാനിങ്ങിന് അല്ലേ. വലിയ ഡിസ്കഷൻസും ഒരുപാട് സമയവും ഒരുപാട് റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാനിങ്. ഹ്യൂജ് കോസ്റ്റ് അല്ലേ. അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ്, സമയം ഒരുപാട് എടുക്കുന്നതാണ്. ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ഇതൊക്കെ ചെയ്താൽ പോലും നമ്മുടെ വിജയം എന്താണ്, നമ്മുടെ സക്സസ് എന്താണ് കൃത്യമായിട്ട് ഉണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ പ്ലാനിങ് ഫെയിലിയർ ആയേക്കാം.
ഇത്രയും പോയിന്റുകളാണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, കുറവുകളായിട്ട്, പരിമിതികളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ എനി 5 ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഏതെങ്കിലും 5 ഫീച്ചേഴ്സ് എഴുതാൻ. നേരത്തെ ലിമിറ്റേഷൻസാണ് ചോദിച്ചത്, ഇപ്പോൾ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് 5 മാർക്കിന്. പ്ലാനിങ്ങിൻ്റെ ഏതെങ്കിലും 5 ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലേ, അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്ലാനിങ് അത്യന്താപേക്ഷിതമാണ്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചറാണ്. അടുത്തത്, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഫങ്ഷനാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. ആദ്യം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുക അല്ലേ. പിന്നെന്താണ്? പ്ലാനിങ് ഈസ് പെർവേസീവ്. പ്ലാനിങ് പെർവേസീവാണ്, സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും പരക്കെ ഉൾക്കൊള്ളുന്നതാണ്, വ്യാപിച്ച് കിടക്കുന്നതാണ്. എല്ലാ ലെവലിലും പ്ലാനിങ് ഉണ്ട്. പിന്നെന്താണ്? പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് തുടർച്ചയുള്ളതാണ് അല്ലേ. എല്ലാ സ്റ്റേജിലും പ്ലാനിങ് ഉണ്ടാവും. സോ പ്ലാനിങ് എന്താണ്? ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ. ആ റിസൾട്ട് വെച്ച് നമ്മൾ അടുത്തത് പ്ലാൻ ചെയ്യും. സോ പ്ലാനിങ് ഈസ് പെർവേസീവ്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് എന്താണ്? ഭാവിയെക്കുറിച്ചുള്ള ആസൂത്രണമാണ് പ്ലാനിങ്. സ്വാഭാവികമായിട്ടും പ്ലാനിങ് എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പിന്നെ എന്താണ്? പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ എടുക്കാനാണല്ലോ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ. പ്ലാനിങ്ങിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ സമയാസമയങ്ങളിൽ എടുക്കും. അടുത്തത്, പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. പ്ലാനിങ് ഒരു മെൻ്റൽ, മനസ്സും പിന്നെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ തല ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെൻ്റൽ എക്സസൈസാണ് പ്ലാനിങ്. ഇതിലേതെങ്കിലും 5 പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കും 5 മാർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്ലാനിങ് പ്രോസസ്സ്. പ്ലാനിങ് പ്രോസസ്സിൻ്റെ ഏതെങ്കിലും സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിൻ്റെ ചോദ്യമാണ് 2022 ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്ലാനിങ് പ്രോസസ്സ്? ഒന്ന്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് വെക്കണം. പ്ലാനിങ് പ്രോസസ്സാണേ പറയുന്നത്, പ്ലാനിങ് പ്രോസസ്സാണേ ശ്രദ്ധിക്കണേ. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് സജ്ജമാക്കിയതിനു ശേഷം ഡെവലപ്പ് പ്ലാനിങ് പ്രിമൈസസ്. പ്ലാനിങ് പരിസരം, നമ്മൾ പറഞ്ഞ അനുമാനങ്ങൾ അല്ലേ. അപ്പോൺ വിച്ച് ദി പ്ലാൻസ് ആർ മെയ്ഡ് അല്ലേ. ഈ അനുമാനങ്ങളുടെ മുകളിലാണ് പ്ലാനുകൾ ഉണ്ടാക്കുക. സോ ആ പ്ലാനിങ് പ്രിമൈസസ് കൃത്യമായിരിക്കണം. പിന്നെന്താണ്? ഐഡൻറ്റിഫൈങ് ആൾട്ടർനേറ്റീവ്സ് അല്ലേ. മറ്റ് പ്ലാനുകൾ, മറ്റ് ആൾട്ടർനേറ്റീവുകൾ. ഒരു വഴി മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള. ഇപ്പം നമുക്ക് കോഴിക്കോട് പോകണം അല്ലേ. അപ്പോൾ ഇവിടെ രാമനാട്ടുകാരെന്ന് കോഴിക്കോട് പോകാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡുകളുണ്ട്. ഇതിൽ ഏതാണോ ബെറ്റർ എന്നുള്ളത് തീരുമാനിക്കണം. അതിനു മുന്നേ ഏതൊക്കെ ഉണ്ട് എന്നറിയണ്ടേ. അതാണ് ഓൾട്ടർനേറ്റീവ്സ് അല്ലേ, ഇതര മാർഗങ്ങൾ. പിന്നെ എന്താണ്? ഇവാലുവേറ്റിംഗ് ദി ആൾട്ടർനേറ്റീവ്. ഈ ഇതര മാർഗങ്ങളെ വിലയിരുത്തുക. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കും നമ്മൾ. ഈ ഇതര മാർഗങ്ങളെ വിലയിരുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് അല്ലേ. ഇതിൽ ഏറ്റവും മികച്ച ആൾട്ടർനേറ്റീവ് അതിലേതാണോ അത് തിരഞ്ഞെടുക്കുക. അതുവഴിയാണ് നമ്മൾ പോവുക അല്ലേ. പിന്നെ എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ഇംപ്ലിമെൻറ്റേഷൻ നമ്മളെ പോക്കാണ് അല്ലേ, നമ്മളെ ചെയ്യുന്ന കാര്യമാണ്, കർത്തവ്യമാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോളോ അപ്പ്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ സക്സസ് എത്രയുണ്ട്, ഇതിൻ്റെ ഫെയിലിയർ എത്രയുണ്ട്, ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് അന്വേഷിക്കുന്നതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. സോ വരുന്ന ഓണം എക്സാമിന് വളരെ അടിപൊളിയായിട്ട് എല്ലാവരും കിടിലനായിട്ട് പെർഫോം ചെയ്യുക. എല്ലാവർക്കും എൻ്റെ എല്ലാ ബെസ്റ്റ് വിഷസ് ഞാൻ നേരുകയാണ്. എല്ലാ ആശംസകളും, എല്ലാ ഓണാശംസകളും, എല്ലാ ഓണം എക്സാം ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ, ടാറ്റ. നന്നായിട്ട് പഠിക്കുക.